ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു എൻ്റെ കൂടെയുള്ള ഒരു ദിവസം അതാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ പരിപാടികൾ. മെക്സിക്കുട്ടോ എന്താ വയലെന്താ കല്ലും മണ്ണും ഒക്കെ തിന്നോട്ടാ. കൂട്ടിക്കൊണ്ടേ കെട്ടാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ. എഴുന്നേറ്റിട്ട് പുറത്തുനിന്ന് പേപ്പറൊക്കെ എടുത്തിട്ട് വന്നു. പാല് ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. ഇവിടെ കുറേ തുണികളൊക്കെ കിടക്കുന്നില്ല, അത് കിച്ചൺ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോറി. ഒരു 6 മണി 5:30 മുതൽ അലാം വെച്ച് 6:30 ഞാൻ എഴുന്നേറ്റപ്പോൾ. എന്താ രാവിലെ തന്നെ ഞാൻ ജിമ്മിന് പോകുമ്പോൾ ഞങ്ങൾ ഇതാ കുടിക്കാറ്, അപ്പോൾ കുറച്ചൊരു എനർജിക്ക് വേണ്ടിയിട്ട്. സോ ഇത് രാവിലെ തന്നെ ഞാൻ കലക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കും. തണുത്ത് കുടിക്കാനാണ് ടേസ്റ്റ്. എക്സ്റ്റൻഡ് BCAAS അറിയില്ല, സപ്പോർട്ട് മസിൽ ഗ്രോത്ത്, സപ്പോർട്ട് റിക്കവറി, കണ്ടില്ല, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. നല്ല കേട്ടോ അത്. അപ്പം നിറയെ ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിൽ. ഞങ്ങൾ വാങ്ങിച്ചത് ലെമൺ ലൈം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവറാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട്. അതിലത്തെ ഒരു സ്പൂണാണ് 1 ലിറ്ററിന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭയങ്കര മധുരം. അത് കുടിക്കുമ്പോഴത്തേനും തൊണ്ടയൊക്കെ ഇങ്ങനെ ഒത്തിരി മധുരം കുടിച്ചാൽ ഇങ്ങനെ നമുക്കിങ്ങനെ തൊണ്ടയൊക്കെ ഇങ്ങനെ വരണ്ട് പോകില്ല, അതുപോലെയാവും. അത് കാരണം ഇപ്പം ഞാൻ ഒരു കുഞ്ഞു സ്പൂണാണ് ഇടുന്നത്, അത് തന്നെ ധാരാളം. അതുപോലെ ഇതിൻ്റെ റേറ്റ് എക്സ്പയറി ഒക്കെ എഴുതിയിട്ടുണ്ട്. റേറ്റ് എത്രയാണ്? 2000 സംതിങ് അങ്ങനെ എന്തോ ആണ് റേറ്റ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കറക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം 2900 കറക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഡിസ്കൗണ്ട് വന്നു. സന്തോഷമായി ഗോപിയേട്ടാ അത് കണ്ടപ്പോൾ. വെള്ളം തിളക്കിയാണ് ചായ വയ്ക്കണം. ഞാനിവിടെ വേറൊരു ടൈപ്പിലാട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 5th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ അത് കാരണം എനിക്ക് കിച്ചൺ പരിപാടിയൊന്നും ഒരു ഐഡിയ ഇല്ല. കല്യാണം കഴിഞ്ഞ് വന്നത് ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെയാണല്ലോ ഹോസ്റ്റൽ. പഠിത്തം കഴിഞ്ഞതുമാണ് കല്യാണം കഴിഞ്ഞ് 2006 കല്യാണം കഴിഞ്ഞു. അപ്പോൾ വന്നു. അപ്പോൾ ഇവിടുത്തെ അമ്മയാണ് കേട്ടോ എനിക്ക് എല്ലാം പഠിപ്പിച്ചത്. എനിക്ക് ആ കൂടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈലാണ്, തമിഴ്നാട് സ്റ്റൈലാണ്. തമിഴ്നാട്ടിൽ ഇവിടുത്തെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എങ്ങനെയാണ് പറഞ്ഞത് അതുപോലെയാണ് ഞാനിപ്പോഴും ചെയ്യുന്നത്. ചായ ഉണ്ടാക്കുന്നത് അത് ഈസിയാണ്, പാത്രമൊന്നും കഴുകണ്ട. അപ്പോൾ ചായ കുടിക്കുകയാണ്. നല്ല ചായ കേട്ടോ. ഷുഗർ മീൻസ് ഞാൻ ചായ പഞ്ചസാര ഇടാത്ത കാരണം അത്രയ്ക്കും മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പനഞ്ചക്കര എന്നാണ് ഇവിടെ പറയുക. നമ്മുടെ നാട്ടിൽ എന്താ പറയുക അതിന്? പനഞ്ചക്കരയ്ക്ക് പനയുടെ പഞ്ചസാര എന്നോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊന്നും എനിക്ക് സംസാരിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ അറിയാമെന്നല്ലാതെ ഭയങ്കര ഓവറായിട്ടുള്ളതൊന്നും അറിയില്ല. പിന്നെ ഞാൻ തമിഴ്നാട്ടിലോട്ട് വന്നു. പിന്നെ ഇവിടെ തമിഴാണ് സംസാരിക്കാറ്. പിന്നെ ഞാൻ മലയാളത്തിലുമാണ് സംസാരിക്കാറ്. ഞങ്ങൾ മാത്സിനെ ഇവിടെയാട്ടോ കെട്ടിയിടാറ്, ഉള്ളിലോട്ടാറ്. അവനെ കെട്ടിയിടാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഡോക്ടറും പറഞ്ഞു, പ്രത്യേകിച്ച് ഇവൻ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് പോയി ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പപ്പീനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. വന്നത് മാർച്ച് 23rd 2018 വീട്ടിൽ കൊണ്ടുവന്നത്. അവൻ ജനിച്ചത് December 25th. അവന് 1 വയസ്സായിട്ട്. പിന്നെന്താ
അവിടെ കെട്ടിയിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം കടിച്ച് പറിച്ച് ഫർണിച്ചേഴ്സൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ അങ്ങനെ കെട്ടിയിടണ്ട, അങ്ങനെ വീട്ടിൻ്റെ അകത്തൊക്കെ വിടാനൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ എന്ത് പറ്റിയെന്നാൽ പിന്നെ ഉറങ്ങുന്ന സമയവും കഴിക്കുന്ന സമയവും അല്ലാതെ ബാക്കി ഫുൾ സമയം എന്തെങ്കിലും വെച്ച് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഇത് കെട്ടാൻ തുടങ്ങി. അങ്ങനെയല്ല, കുഞ്ഞൊരു കയറ് പോലെ കയറല്ല, അങ്ങനെ പട്ടികൾക്ക് കെട്ടുന്നതല്ലേ ബെൽറ്റ്, അതുപോലത്തെ കുഞ്ഞത് വാങ്ങിച്ച് കെട്ടി അതിന് ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് തന്നെ കെട്ടിയിടുമായിരുന്നു. അങ്ങനെ പുറത്ത് ഒത്തിരി കുഞ്ഞായിരുന്നു, എലിയൊക്കെ കടിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു കെട്ടാറ്. പക്ഷേ ഞങ്ങൾ ടീപ്പോയിൻ്റെ കാലിലാണ് കെട്ടിയിടാറ്. ടീപ്പോയി കടിച്ച് 4 കാലും അതിൻ്റെ എല്ലാം ചുരണ്ടിയെടുത്തു. എന്നിട്ട് പിന്നെ ഒരു ബെഡൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നല്ല കുട്ടിയായിട്ടിരുന്നു. കുറച്ച് വലുതായപ്പോൾ പല്ലിനൊക്കെ ഒരു മാതിരി ടീച്ചർ വാങ്ങിച്ചു കൊടുത്താൽ അതെല്ലാം കടിച്ചു പറിക്കുമായിരുന്നു. അങ്ങനെ ബെഡെല്ലാം കടിച്ചു പറിച്ചു കേട്ടോ, ഫുൾ കടിച്ചു പറിച്ചു. പിന്നെ അതെല്ലാം വേസ്റ്റ് ബാസ്കറ്റിലിട്ടോ. പിന്നെ ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല തോന്നി. അങ്ങനെ ഞങ്ങൾ കൂട് വാങ്ങിച്ചു, വലിയൊരു ഇരുമ്പിൻ്റെ കൂട് വാങ്ങിച്ചു. എന്നിട്ട് വീട്ടിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ അകത്ത് ഇടുമായിരുന്നു. പാവം തോന്നിട്ടോ അതിൻ്റെ അകത്തൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ, നമ്മളെ നോക്കുന്ന. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ്റെ കയ്യിലിരിപ്പ് തീരെ ശരിയില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ പുറത്തും രാവിലെ കെട്ടണ്ടേ. അപ്പോൾ ഒരു ടൈം ഇങ്ങനെ ഞങ്ങളെപ്പോഴും ഗേറ്റിൻ്റെ അവിടെയായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. നോക്കുമ്പോൾ അവൻ്റെ മേത്ത് ഫുള്ള് ചെള്ളറിയും ടിറ്റ്സ് ഫുൾ കയറി. അതിന് ഭയങ്കര പനിയൊക്കെ വന്ന് ഡോക്ടറെ അടുത്തൊക്കെ വരുമ്പോൾ അതൊക്കെ നല്ല കുറേ സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ ഇല്ല. സോ അതിൻ്റെയൊക്കെ മേത്തുനിന്ന് ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ ഈ പുറത്ത് മൂത്രമൊഴിക്കാനും നടക്കാനൊക്കെ കൊണ്ടുപോകുന്നതല്ലേ. ഇപ്പോൾ പിന്നെ നടത്തം നിർത്തി, കാരണം ഇതുപോലെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ കോയമ്പത്തൂരല്ല, അത്ര സ്പേസൊന്നുമില്ല വീട്ടിൽ. അതായത് സ്ഥലം ഫുൾ വീടായിരിക്കും. എന്നിട്ട് ഫ്രണ്ടിൽ കാർ പോർച്ച് ഇത്രേ ഉണ്ടാവുള്ളൂ, സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് തുറന്ന് വിട്ടിട്ട് കാർ പോർച്ചിലും ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഞങ്ങളും അവനും കൂടെ അങ്ങ് ഓടിക്കളിക്കും. അതാണ് അതിൻ്റെ ആക്കൂടെയുള്ള എക്സസൈസ് കേട്ടോ. ഞാനിത് ഫുൾ മാത്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ അങ്ങനെ ഫുൾ ടൈം 24 hours ഉറങ്ങിക്കൊണ്ടിരിക്കും. വല്ലവരും വരികയാണെങ്കിൽ കുരയ്ക്കും, അത്ര തന്നെ ഉള്ളൂ. ബീഗിളാണ് ബ്രീഡ് കേട്ടോ. നല്ല അപ്പോൾ ഒരു പാവമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഭയങ്കര കയ്യിലിരിപ്പ് തീരെ ശരിയില്ലാത്ത ആരോട് കെട്ടിയിടുന്നേ ഉള്ളൂ. ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. നിറയെ പേര് ചോദിക്കുമോ എന്തിനാ കെട്ടിയിടുന്നത് പാവം എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്കും നല്ല പാവം തോന്നുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചായ മോള് എഴുന്നേറ്റു, അവൾ തന്നത്തെ എഴുന്നേറ്റുള്ളൂ കേട്ടോ. നമ്മൾ ചില സമയത്ത് നമ്മൾ വിളിക്കണം. ചിലപ്പോൾ അവൾ 4th പഠിക്കുന്നത്. 7 മണിയായി, അവൾ എഴുന്നേറ്റു. അവൾക്കൊരു മൈലോ കലക്കി കൊടുക്കണം. പക്ഷെ കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പിന്നെ ഒന്നും കഴിക്കാത്തൊരു ടീമാണ്. ചുമ നന്നായി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാലൊന്നും ഇല്ലാതെ ജസ്റ്റ് വെള്ളത്തിൽ മൈലോ കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ടിറ്റു ഹായ് പറയണ. ഉപ്മാവ് റെഡിയായി. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ലാപ്ടോപ്പൊക്കെ വെച്ചിരിക്കുന്നുണ്ട് രാവിലെ തന്നെ. പിന്നെ മോൾക്ക് ഫുഡൊന്നും കൊടുത്തോളുണ്ടോ, സ്കൂളിൽ നിന്ന് തന്നെ അവർ കൊടുത്തോളും. നമ്മളതിന് പേ ചെയ്താൽ മതി. അല്ല, കമ്പൽസറി ആണ് അവിടെ. പേ ചെയ്താലും ഇല്ലെങ്കിലും അവിടെ കമ്പൽസറി ആയിട്ട് കഴിക്കണം. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം. അപ്പോൾ എന്തായാലും ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ രാവിലെ എന്താ ഇത്രയ്ക്കൊക്കെ ഉള്ളു പണി. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കും. പിന്നെ സപ്പോസ് ഇന്നിപ്പോൾ ഞങ്ങളുടെ ബ്രദറിലോ ഒക്കെ ഉണ്ട്, എൻ്റെ ഫാമിലി അവർ പൂനെയിൽ നിന്ന് വന്നിരിക്കുക. അപ്പോൾ അത് കാരണം ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിക്കനോ മട്ടണോ എന്തെങ്കിലും വാങ്ങിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അവരിനിയും വൈഫിൻ്റെ വീട്ടിലോട്ട് പോകുമെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ ജിമ്മിന് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ്. ഇപ്പോൾ എന്തായാലും ഉപ്മാവ് ഇരിക്കുന്നുണ്ട്, മോളത് കഴിച്ചിട്ട് പോകും. ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഇഞ്ചിയില്ല, പച്ചമുളകെല്ലാം ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ലല്ലോ. നമ്മൾ സ്നേഹമാണല്ലോ അതിലിടേണ്ടത്. സ്നേഹം ഇട്ടാൽ തനിയെ അതെല്ലാം ടേസ്റ്റ് വരും. അപ്പോൾ പിന്നെ ഇഞ്ചി ഇട്ടാലും ശരി, പച്ചമുളക് ഇട്ടാലും ശരി, ഒന്നും അറിയില്ല. ഞാൻ പച്ചമുളക് ഇല്ലാത്തതിനോട് കുറച്ച് ഉണക്കമുളകൊക്കെ കൂടി ഇട്ടിട്ടാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയത്. എൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഈസി പരിപാടിക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ അരച്ച് ഫ്രീസറിൽ ഇങ്ങനെ ഓരോ ക്യൂബാക്കി വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിടാമല്ലോ. അങ്ങനെ അപ്പം നോക്കിയപ്പോൾ ഇഞ്ചിയില്ല. പിന്നെ തിങ്സൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. വെജിറ്റബിൾസ് മാത്രം അവിടെ നിറയെ കടയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഞാൻ മറന്നുപോയി പറയാൻ. എന്തായാലും ഇന്ന് വരുമ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വരണം.
പ്ലാൻ ചേഞ്ച്. ഇന്ന് അവരാരും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞ ബ്രദറിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേറെ ദിവസം അവർ വരുന്ന ദിവസം വല്ലതും നോൺ വെജ് പോലെ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ എന്തായാലും സാമ്പാർ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. കാരണം വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ചെയ്യുമ്പോഴത്തേനും മനുഷ്യൻ്റെ പണിക്കെട്ട് തീരും. ഞങ്ങൾക്ക് 10:30 പോകണം. ടുട്ടു എന്നാണ് മോളെ വിളിക്കാറ്. ടുട്ടുവിന് പോകാറായിട്ടേ ഉള്ളൂ. 8:30 അവർ ഇവിടുന്ന് ഇറങ്ങും. ഇപ്പോൾ സമയം 8:25 ആണ്. ഇത് കുറച്ച് ഫാസ്റ്റാക്കി വെച്ചിരിക്കുക, അപ്പോഴേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓക്കെ, ഇനി എന്താ അത്രയും വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സാമ്പാർ വയ്ക്കാൻ പോകണം. സിമ്പിൾ സാമ്പാറാണ്. അതാ റെഡി ആയിട്ട് എത്തിയോണ്ടില്ലേ. ഹായ്. പുള്ളിക്കാരി ഒരു ഫുട്ബോൾ പ്ലെയറാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, മുടിയൊക്കെ വെട്ടി സ്പോർട്സ് യൂണിഫോമും എല്ലാം എടുത്തിട്ടാണ് പോവുക. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വേർത്തോലിച്ച് കറുത്ത് അങ്ങനെയാണ് തിരിച്ചു വരാറ്. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയാണ്. എല്ലാം പരിപ്പിൻ്റെ അകത്ത് തക്കാളി, ഉള്ളി, വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് പുളി ഒഴിച്ച് സാമ്പാർ പൊടി, ഉപ്പ്, പെരുങ്കായം എല്ലാം കൂടെ ഒഴിച്ചിട്ട് കലക്കി ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ഇതാണ് എൻ്റെ സിമ്പിൾ സാമ്പാർ. എന്നിട്ട് ലാസ്റ്റ് കടുക് വറക്കും. അപ്പോൾ വർക്കൗട്ടിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണ്ട. അപ്പോൾ ഒന്നും കഴിക്കില്ല. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പോവുക. സഞ്ജീവനി, നമ്മുടെ ഈശ യോഗ ഇല്ല, അവരുടെയാണ് ഇൻസ്റ്റൻറ്റ് ഡ്രിങ്ക് ഫോർ യുവർ ഹെൽത്ത്. ഇതിലിങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഇത് കുടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല. അത് 500 ഗ്രാമാണ്, 250 റുപ്പീസാണ്. നല്ല കേട്ടോ, പിള്ളേർക്കും ഒക്കെ കൊടുക്കാം കേട്ടോ. നല്ലതാണ്. ഇങ്ങനെ ഹോട്ട് മിൽക്കിലോ അല്ലെങ്കിൽ വാം വാട്ടറിലോ ജസ്റ്റ് ഒന്ന് കലക്കി കുടിച്ചാൽ മതി. നമ്മുടെ ഹോർലിക്സ് ബോൺവിറ്റയൊക്കെ കുടിക്കുന്ന പോലെ. സോ ഇത് അങ്ങനെ. പിന്നെ ഇത് മന്ന ഹെൽത്ത് ഡ്രിങ്ക്, നമ്മുടെ പയർ ഐറ്റംസൊക്കെ പൊടിച്ചത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരന് മധുരമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഇതിന് കുറച്ച് മധുരമുണ്ട്. ഇത് കുറച്ച് ഉപ്പും മോരൊക്കെ ഇട്ടിട്ട് കലക്കിയിട്ട്, ഇത് കുറച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കോറ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് വേവിക്കണം. ഇത് വേവിക്കണ്ട, ഇൻസ്റ്റൻ്റാണ്. ഓക്കെ. പിന്നെ ഇരുന്ന് TV കാണും. ചാനൽ മാറ്റി 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 ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ ജിമ്മിന് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലൊരു മെസ്സി ബണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് നേരമല്ലേ നമ്മൾ എന്താ പറയുക വെയിലിൽ കൂടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഗ്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ കണ്ണിന് കേടാണ്. പിന്നെ ഇവിടെ എല്ലാം ലൈൻസ് വരും. നമ്മൾ വെയിൽ കളിക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കില്ല, ഇവിടെയൊക്കെ ലൈൻസ് വരും. അപ്പോൾ അത് കാരണം ഇത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. അടുത്താണ്. ഇത് ഞങ്ങളുടെ ഇൻസ്ട്രക്ടറാണ്. അടിപൊളി കോച്ചാണ്. സൂപ്പറായിട്ടെല്ലാം പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇതാണ്, ടബാറ്റോ എന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിരിക്കും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും മനുഷ്യൻ്റെ പണിക്കെട്ട് തീരും. 8 സ്റ്റെപ്സ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ റെസ്റ്റിംഗ് ടൈം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ വെബ്സൈറ്റ് ID ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എല്ലാവരും ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ടയേർഡായി. ഇനി എപ്പോഴെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കാം. ഇനി നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ ചെയ്യല്ലേ, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ചെയ്യാം. ഓക്കെ. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. മുട്ട ഡെയിലി കഴിക്കും. ഫിഷിനൊക്കെ മമ്മു കൊടുക്കുകയാണ്. പിന്നെ TV കാണുകയാണ്. അപ്പോൾ ഞാൻ ഈ സോങ് എൻ്റെ ഫ്രണ്ട് റിജിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് ആണ് SRK. കുളിച്ചിട്ട് വരട്ടെ. ഇപ്പോൾ സമയം ഏതാണ്ട് 2:30 3:30-4 മണിയാകുമ്പോഴത്തേനും മോള് വരും. സോ അപ്പോഴത്തേനും കുളിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ കുളിക്കാൻ പോകും. എത്ര നേരം ഇങ്ങനെ ചുമ്മാ കിടന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുളിക്കാൻ പറ്റിയില്ല. കറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും മോളുടെ സ്കൂളിൽ നിന്ന് ഫോൺ വന്നു. മോൾ ഛർദ്ദിച്ചു, വന്ന് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. ശരി, എന്തായാലും കൊണ്ടുപോകാമെന്ന് വെച്ചാൽ. ഓക്കെ. അപ്പോൾ ആണ് വേറൊന്നുമല്ല, ചുമച്ച് സീരിയസ് ആയിട്ടുള്ളൊന്നുമില്ല. ചുമയുണ്ടായിരുന്നു ചെറുതായിട്ട്. ചുമച്ച് ഛർദ്ദിച്ചാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞേ ഉള്ളൂ. എന്നിട്ട് മുഖമെല്ലാം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചായ ഉണ്ടാക്കണം, കുടിക്കണം. ചോറൊന്നും കഴിച്ചില്ല. ഞാൻ വല്ല ഒരു നേരം, അതായത് നമ്മൾ 1 മണിക്കല്ലേ ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് പിന്നെ വിശക്കുന്നൊന്നുമില്ല. പിന്നെ സപ്പോസ് വിശക്കുകയാണെങ്കിൽ ദോശമാവുണ്ട്, വെച്ചുണ്ടാക്കി കഴിക്കണം. ഇനി എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഡിന്നറേ കഴിക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വിശപ്പൊന്നുമില്ല. സോ ഒരു ദിവസം ഞാൻ മാക്സിമം
2 നേരം കഴിക്കുള്ളൂ. പിന്നെ രാവിലത്തെ അതായത് നമ്മൾ 1 മണിക്ക് കഴിക്കുന്നത് അത്ര ഹെവി അല്ലാതെ, അതായത് ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ മീൻസ് 4 മണിക്ക് മോള് വരുന്ന സമയത്ത് അവൾക്കും വാരി കൊടുത്ത് ഞാനും കൂടെ കഴിക്കും ചോറ്, ഇല്ലെങ്കിൽ അതില്ല. ഓക്കെ, ഇപ്പോൾ നല്ല ചൂടാണ്. ഓക്കെ, നമുക്ക് ചായ, രാവിലത്തെ ചായ കണ്ടില്ല, അതേപോലെ തന്നെ ചായ ഇടുന്നത്. ചേച്ചിക്കുട്ടി നന്നായിട്ടിരുന്ന് പഠിക്കുകയാണ്, ഹിന്ദി എക്സാമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മാത്സിൻ്റെ കൂടെ കളിച്ചു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? നീ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അടുത്ത എന്താ? ദോശ ഉണ്ടാക്കണം, രാത്രി കഴിക്കണം, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. ഉറക്കമൊന്നും നടക്കില്ല. ഇതിനിടയ്ക്ക് ഇന്ന് ഷൂട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എഡിറ്റിംഗ് രാവിലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കയറുകൊണ്ട് ഞാൻ സൺഡേയോ അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്ന് 2 വീഡിയോ ചെയ്യും, എന്നിട്ട് ആഴ്ചയിൽ 2 വീഡിയോ ഇടാറ്. അപ്പോൾ ഇന്നൊന്നുമില്ല, ഇന്ന് ഫ്രീ ആണ്. ഓക്കെ, ഇടയ്ക്ക് ഒരു ഫ്രീ ഒക്കെ വേണ്ടേ നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചാറ്റ് ചെയ്യും. നമ്മൾ ഇടയ്ക്ക് യൂട്യൂബിൽ നിറയെ പേര് ലൈവ് വരും, അവരെ കൂടെ ചാറ്റ് ചെയ്യും. പിന്നെ ഗ്രൂപ്പിൽ പോയി ചാറ്റ് ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചാറ്റ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് വീട്ടിലോട്ട് വിളിക്കും. അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. പിന്നെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാസാഹന്നയുടെ ബാക്കിലൊക്കെ എന്തൊക്കെയുണ്ട്. കാസാഹന്നയുടെ ലൈവ് ചാടി വന്നാണ് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡിന്നർ ഇവിടെ ഇപ്പോൾ 7:30 ആയി. അപ്പോൾ 7:30 to 8 ഉള്ളിൽ, 7 to 8 ഉള്ളിൽ ഞാൻ മോൾക്ക് ഡിന്നർ കൊടുത്ത് ഉറക്കും. ഓക്കെ, കുഞ്ഞു പിള്ളേരല്ലേ, നിറയെ നേരം കിടന്ന് ഉറങ്ങട്ടെ. ചെറുപ്പം പോലെ എങ്ങനെയാണ് 7 to 7:30 ഉറക്കും. ഇപ്പോൾ ഒരു 8 മണി വരെ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. നല്ല സൂപ്പർ റോസ്റ്റ് കേട്ടോ, നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക. അത് മോൾക്കാണ്. ഡെയിലി കുറച്ച് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്, നമുക്ക് ജോയിൻറ്റ് പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇത്രയ്ക്കൊന്നും ഒഴിക്കരുത് നമ്മൾ കഴിക്കുമ്പോൾ, കുട്ടികൾക്ക് ഇത്രയും കൊടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ദോശയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഞാൻ മൊബൈലല്ലേ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ മേ ബി സൗണ്ടെല്ലാം കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ 24 hours TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കരുത്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അത് കാരണമാണ് TV കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മാത്രമേ ഉള്ളൂ കുറച്ച് ബിസി ആയിരിക്കുന്ന ടൈം, പിന്നെ എല്ലാം ഇങ്ങനെ ഇരുന്ന് പോകും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഇപ്പോൾ സമയം 10 മണി. ഞാൻ മെല്ലെ കിടക്കുള്ളൂ. ഇനിയിപ്പോൾ കുറേ പേരുടെ ലൈവൊക്കെ ഇല്ലേ അല്ലേ, അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊക്കെ അല്ലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ കട്ട സപ്പോർട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ കട്ട ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അവരൊക്കെ എഴുതി സംസാരിച്ചിട്ടൊക്കെ ഞാൻ കിടക്കുള്ളൂ. അങ്ങനെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.